വാട്ട് എ മാച്ച്. സീസണിലെ 3-ാം തവണയും റയലിനെ പഞ്ഞിക്കെട്ട് ബാർസലോണ, അതും കോപ്പ ഡെൽ റേ ഫൈനലിൽ. 2-നെതിരെ 3 ഗോളുകൾക്കാണ് ബാർസലോണ വിജയിച്ചു കയറിയത്. റയലിൻ്റെ വെല്ലുവിളികൾക്ക് യാതൊരു സ്ഥാനവും ബാർസ കൽപ്പിച്ചില്ല. 2-ാം പകുതിയിൽ തിരിച്ചടിക്കുള്ള പ്രതീക്ഷകൾ സജീവമാക്കിയ റയലിന് എന്നാൽ അതിന്മേൽ വീണ്ടും തിരിച്ചടി നൽകിയാണ് ബാർസലോണ കിരീടമുയർത്തിയത്. തോൽവികളിൽ കൂടെ നിന്ന ആരാധകർക്കു വേണ്ടിയുള്ള ഉഗ്രസമർപ്പണം. ലാമാസിയയിലെ കുരുന്നുകളെ വെച്ച് ഫൈനൽ കളിക്കുന്ന ബാർസലോണ എന്നതിനുള്ള അന്തിമ ഉത്തരവും സ്കോർ ബോർഡിൻ്റെ അവസാന നിമിഷം കാണിച്ചു തന്നു. പെഡ്രി വാട്ട് എ മാൻ. യജ്ജാതി പെർഫോമൻസാണ് പെഡ്രിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ പെഡ്രി ഒരുക്കിക്കൊടുത്ത അവസരത്തിനൊടുക്കം യമാലിൻ്റെ കാലിൽ പന്തെത്തി. യമാൽ നീട്ടി നൽകിയ പന്തിനെ മധ്യനിരയിൽ നിന്നും വന്ന് സ്വീകരിച്ച പെഡ്രിയുടെ ഉഗ്രൻ ഷോട്ട് ഗോൾവലയിൽ ചലിക്കുമ്പോൾ റയൽ ആരാധകരുടെയും റയൽ ഫാൻസിൻ്റെയും കിളി പറന്നിരുന്നു. വാട്ട് എ പെർഫോമൻസ്. പെഡ്രിയുടെ കളി ഇന്ന് റയലിനെ ഒന്നടക്കം നിശബ്ദമാക്കുന്നതായിരുന്നു. പിന്നെ പെഡ്രിക്കൊപ്പം ഡിജോഗും ചേർന്നതോടുകൂടി മധ്യനിര ബാർസയെ ഏറ്റെടുത്തിരുന്നു. 1ഉം 2ഉം 3ഉം താരങ്ങൾ റയലിനായി പ്രഷർ ചെയ്തു വരുമ്പോഴും ഫ്രങ്കിയും പെഡ്രിയും സാധാരണ പോലെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ കളിക്കുന്നത് പോലെയായിരുന്നു റയൽ മാഡ്രിഡ് താരങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത്. പെഡ്രി സ്വന്തം കളിക്കുമ്പോഴും ഡിജോങ് സ്വന്തം കളിക്കുമ്പോഴും ഇല്ലാത്ത പ്രകടനമാണ് ഇരുവരും ഒരുമിച്ച് കളത്തിലിറങ്ങിയാൽ ഇരുവർക്കും കൈക്കൊള്ളുക. 2-ാം പകുതിയിൽ റയൽ മാഡ്രിഡ് താങ്കൾ തിരിച്ചു വന്നു എന്ന് തോന്നിച്ചെങ്കിലും ബാർസ അതിനൊരവസരം കൊടുത്തില്ല. ആ ഗോളൊഴിച്ചാൽ കളിക്കളത്തിലെ സ്റ്റാറ്റിസ്റ്റിക്കുകൾ മുഴുവൻ ഏറ്റെടുത്തത് ബാർസലോണയായിരുന്നു. തോൽവികളിൽ തളരാതെ കൂടെ നിന്ന മനുഷ്യർക്കു വേണ്ടി, ആരാധകർക്കു വേണ്ടി ബാർസയുടെ നല്ല കാലത്തിന് തുടക്കം കുറിക്കുകയാണ്. വിസ്ക ബാർസ, വിസ്ക കറ്റലൂനിയ.